ഒരു ദിവസം എനിക്ക് ഡിമെൻഷ്യ വന്ന നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു രീതിയായി ഈ കുറിപ്പ് മാറണം. അതിനാദ്യത്തേത്, നിങ്ങൾ ഓരോ തവണ എൻ്റെ മുറിയിലേക്ക് വരുമ്പോഴും ആദ്യം എൻ്റെ പേര് വിളിച്ച് നിങ്ങൾ ആരാന്ന് പറഞ്ഞുകൊണ്ട് വേണം വരാൻ. അല്ലാതെ ഞാൻ ആരാണെന്ന് അറിയാമോ എന്ന് എന്നോട് ചോദിക്കരുത്. എനിക്കിത് ശരിക്കും അറിയില്ലാത്തൊരവസ്ഥയായിരിക്കാം. ഞാൻ മറ്റൊരു കാലത്തിലോ ലോകത്തിലോ ആണ് ജീവിക്കുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ എന്നെ എത്രയും പെട്ടെന്ന് റിയാലിറ്റിയിലേക്ക് തിരികെ കൊണ്ടുവരാനൊന്നും ശ്രമിക്കരുത്. പകരം ആ ലോകത്ത് കുറച്ച് നേരം എന്നോടൊപ്പം ഇരിക്കണം. ഒരുപക്ഷെ അവിടെ ഞാൻ ഹാപ്പി ആയിരിക്കാം. അതുപോലെ പഴയൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോകാമെന്നോ അല്ലെങ്കിൽ മരിച്ചുപോയ ഏതെങ്കിലും ഒരു ബന്ധുവിനെ കുറിച്ചൊക്കെ ഒരുപക്ഷെ ഞാൻ സംസാരിച്ചെന്ന് വരാം. പക്ഷേ അത് സത്യമാണെന്ന പോലെ തന്നെ എന്നോട് സമ്മതിച്ചു തരണം, തർക്കിക്കരുത്. അന്നത്തെ അവസ്ഥയിൽ നിങ്ങൾ പറയുന്നതാണോ അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണോ ശരി എന്നൊന്നും ചിന്തിച്ചെടുക്കാൻ അല്ലെങ്കിൽ തിരിച്ചറിയാൻ ഒരുപക്ഷെ എനിക്ക് കഴിയണമെന്നില്ല. സ്നേഹത്തോടെ എന്നെ ജയിക്കാൻ അനുവദിക്കണം. പിന്നെ നിങ്ങളെ ഞാൻ തിരിച്ചറിയുന്നില്ലെങ്കിൽ വിഷമിക്കരുത്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. എൻ്റെ ബ്രെയിൻ ആകെ കൺഫ്യൂസ്ഡ് ആണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഭക്ഷണം കഴിക്കുന്നിടത്ത് ചിലപ്പോൾ ഞാനൊരു ഡീസൻസി കീപ്പ് ചെയ്യുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ എന്നെ ഭക്ഷണം കഴിപ്പിക്കാനൊന്നും കൂടി കൂടരുത്. ചിലപ്പോൾ കൈകൊണ്ട് ഭക്ഷണം കഴിക്കാൻ എനിക്കൊരു അവസരം തരാം. അതല്ലെങ്കിൽ എനിക്കൊരു ഏപ്രൺ കെട്ടിത്തന്നാലും അത് ഓക്കെയാണ്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. അപ്പോൾ എൻ്റെ കൈ പിടിച്ച് കൂടെ ഇരുന്നാൽ മതി. അല്ലാതെ എത്ര വിഷമിക്കാൻ, എത്ര ചിന്തിക്കാൻ എന്നൊക്കെയുള്ള ചോദ്യം ഒഴിവാക്കണം. ഈ രോഗാവസ്ഥയിൽ എനിക്കൊരു പക്ഷേ ഭാഷ നഷ്ടപ്പെട്ടേക്കാം, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ബുദ്ധിമുട്ടിയേക്കാം. പക്ഷേ എന്നെ ഒരു കുഞ്ഞിനെ പോലെ കാണരുത്. കാരണം എൻ്റെ മനസ്സിപ്പോഴും ഒരു പ്രായപൂർത്തിയായ മനുഷ്യൻ്റെ തന്നെയാണല്ലോ. ഞാൻ ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും തുടർന്നും ചെയ്യാൻ എന്നെ അനുവദിക്കണം. അതിലൊരു പക്ഷേ സംഗീതം കേൾക്കാനുള്ള മനസ്സാകാം, എൻ്റെ വിശ്വാസങ്ങളും പതിവുകളും നിലനിർത്താനുള്ള ആഗ്രഹമാകാം. അതിനൊക്കെ എന്നെ അനുവദിക്കണം. ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ ചിലപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളപ്പോൾ എന്നെ കുറ്റപ്പെടുത്തരുത്. പകരം ഞാൻ എന്തുകൊണ്ടാണ് അസ്വസ്ഥനാകുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്നെ ചേർത്ത് പിടിക്കാനും കൈ കോർക്കാനും ഒരിക്കലും മടിക്കരുത്. ഞാൻ പറയുന്ന കഥ ഒരുപക്ഷെ നിങ്ങൾ അനവധി തവണ കേട്ടിട്ടുണ്ടെങ്കിലും അതെനിക്ക് ഒരുപക്ഷെ ഇപ്പോഴും ഓർമ്മയിലുള്ള ഒരേ ഒരു കഥയായിരിക്കാം എന്നൊരു കൺസിഡറേഷൻ നിങ്ങൾ എനിക്ക് തരണം. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതേപോലെ തന്നെ നിങ്ങൾ എന്നോടും പെരുമാറണം. എന്നോടോ എന്നെക്കുറിച്ചോ സംസാരിക്കുമ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കി സംസാരിക്കണം കേട്ടോ. നിങ്ങൾക്ക് മുഴുവൻ സമയം എന്നെ പരിചരിക്കാൻ ആകാത്ത ഒരു സാഹചര്യം വരുമ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തരുത്. പക്ഷേ എന്നെ എപ്പോഴെങ്കിലും ഒരു പരിചരണ കേന്ദ്രത്തിലേക്ക് പ്രവേശിപ്പിക്കേണ്ടി വന്നാൽ എന്നെ കാണാൻ വരാനും മറക്കരുത്. ഞാൻ പേരുകളെ തെറ്റിച്ച് വിളിക്കുകയോ കാര്യങ്ങൾ മറക്കുകയോ ഒക്കെ ചെയ്തേക്കാം. നിങ്ങൾ എന്നോട് ക്ഷമയോടെ പെരുമാറണം. അതെൻ്റെ ഒരു ആഗ്രഹവും ആവശ്യവുമാണ്. ഒരുപക്ഷെ നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിച്ച ആ ഒരു വ്യക്തി ആയിരിക്കില്ല ഞാൻ. പക്ഷേ എങ്കിലും നിങ്ങൾ സ്നേഹിച്ചിരുന്ന അതേ വ്യക്തി തന്നെയാണ് ഞാൻ, അഥവാ ഞാനിപ്പോഴും ഞാനാണ്. തായ്വാനിൽ നിന്നുള്ള ന്യൂറോളജിസ്റ്റ് ഡോക്ടർ എസ്.സി. സംഗിൻ്റെ ഹൃദയസ്പർശിയായ ഒരു കുറിപ്പാണ് ഞാനിപ്പോൾ വായിച്ചത്. ഫേസ്ബുക്കിലൊക്കെ നിങ്ങളും വായിച്ചു കാണും. പ്രാണൻ കൊടുത്ത് നമ്മൾ സ്നേഹിച്ചിരുന്ന ഒരാൾ പതിയെ നമ്മളെ മറന്നാലും അവരെ മറക്കാത്ത ഒരു ഹൃദയം നമുക്കുള്ളത് കൊണ്ട് ഈ പറഞ്ഞ പോലെ ഈ തരത്തിൽ നമുക്കവരെ അറിയാനും സ്നേഹിക്കാനും പഠിക്കാം.